എൻ്റെ പേര് സുമി, 36 വയസ്സാണുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ആസ്റ്റർ ഹോസ്പിറ്റലിലാണ്, ശാസ്താംകോട്ട. ഞാനിവിടെ വരുന്ന ടൈമിൽ എനിക്ക് കഴുത്തൊക്കെ നല്ല പെയിനായിട്ടാണ് വരുന്നത്. ഇവിടെ ജോൺ പോൾ സാറിനെയാണ് കണ്ടിട്ടുള്ളത്. ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ പറഞ്ഞു, നമ്മൾ റിപ്പോർട്ടൊക്കെ കാണിച്ചു. അപ്പോൾ സർജറിയാണ് സാറ് പറഞ്ഞത്. ഒരു 18-ാം തീയതി അഡ്മിറ്റ് ആയതാണ്. അപ്പം ആ ഒരു ടൈമിലൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പം സർജറി കഴിഞ്ഞിട്ടാണുള്ളത്. 5 ദിവസമായി. ഇന്ന് ഡിസ്ചാർജുമാണ്. ഇപ്പം മുമ്പ് വന്നതിൽ നല്ല മാറ്റമുണ്ട്. കൈയൊക്കെ നന്നായിട്ട് പൊക്കാനും കഴുത്തൊക്കെ നല്ല തിരിക്കാനും ഒക്കെ നന്നായിട്ട് പറ്റുന്നുണ്ട്. മുമ്പ് വന്നതിൽ നല്ല മാറ്റമായിട്ടാണ് ഇപ്പോൾ ഡിസ്ചാർജ് ആയി പോകുന്നത്. പിന്നെ നേഴ്സുമാരാണേലും സ്റ്റാഫാണേലും ഒക്കെ നല്ല പെരുമാറ്റം, കുഴപ്പമൊന്നുമില്ല, ഹാപ്പി. നമസ്കാരം. നമ്മളിപ്പോൾ ആസ്റ്റർ PMF ഹോസ്പിറ്റലിൽ ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടർ ജോൺ പോൾ സാറിനോടൊപ്പമാണ് ഉള്ളത്. സാർ, ഇപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ രോഗം എന്താണ് സാർ? ഈ പേഷ്യൻ്റ് അശകത്തിൻ്റെ രോഗത്തിൻ്റെ പേര് അക്യൂട്ട് സെർവിക്കൽ ഡിസ്ക് ഡിസീസ് എന്ന് പറയുന്നതാണ്. ഈ രോഗം ഉള്ളതുകൊണ്ട് പേഷ്യൻറ്റിന് എന്തൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാകുന്നത്? പേഷ്യൻ്റ് രോഗിക്ക് നല്ല കഴുത്ത് വേദന, കൈവേദന, പിന്നെ ഒരു കടച്ചൽ, ഒരു തരിപ്പ് അങ്ങനെ വരാറുണ്ട്. ചില ആൾക്കാർക്ക് സമയം കൂടുമ്പോൾ നല്ല ബലക്കുറവും കൂടെ വരുന്നു. പിന്നെ ഡോക്ടർ, നമ്മൾ കൊടുത്തിരിക്കുന്ന ചികിത്സയുടെ പേരെന്താണ്? ഈ പേഷ്യൻറ്റിക്ക് നമ്മൾ ചെയ്തിട്ടുള്ള ചികിത്സയുടെ പേര് ആൻറ്റീരിയർ സെർവൈക്കൽ ഡിസ്കെക്ടമി ആൻഡ് ഫ്യൂഷൻ. ഇതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണോ ഹോസ്പിറ്റലിൽ? അതെ, നമുക്കിവിടെ 2 രീതിയിൽ നമ്മൾ ഈ ഡിസ്കെക്ടമി ചെയ്യാൻ പറ്റും. ഒന്നും പറയുന്നത് മൈക്രോസ്കോപ്പിക് സെർവൈക്കൽ ഡിസ്കെക്ടമി, മറ്റത് എൻഡോസ്കോപ്പിക് സെർവൈക്കൽ ഡിസ്കെക്ടമി. 2 സർജറിയുടെ നമുക്ക് സംവിധാനം ഇവിടെ ഉണ്ട്. ഡോക്ടർ, ഈ അസുഖം വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഈ അസുഖം സാധാരണ പറഞ്ഞാൽ ഇതൊരു സെർവൈക്കൽ ഡീജനറേറ്റീവ് ഡിസ്ക് ഡിസീസ് എന്ന് പറയുന്ന അസുഖമാണ്. സാധാരണ ഇത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ശരീരത്തിൽ 23 ഡിസ്ക് ഉണ്ട്. ഈ ഡിസ്കിനെ നമുക്ക് നേരെ നിന്ന് നടക്കാനും ദിവസമുള്ള ജോലികൾ ചെയ്യാനും സഹായിക്കുന്നതാണ് ഈ ഡിസ്ക് എന്ന് പറയുന്നത്. ഒരു റബ്ബർ കണക്കായിട്ടുള്ള സാധനം. ഇത് നമുക്ക് പ്രായം കൂടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ച വരുമ്പോഴോ അല്ലെങ്കിൽ അസുഖങ്ങൾ ഇൻഫെക്ഷൻ കൊണ്ടോ ആ ഡിസ്കിൻ്റെ പ്രശ്നം വരാൻ തുടങ്ങും. ഈ പർട്ടിക്കുലറായിട്ട് നമുക്ക് സപ്പോസ് നമ്മുടെ സിറ്റിംഗ് പോസ്ചർ, നമ്മൾ ഇരിക്കുന്ന ഒരു പൊസിഷൻ, നമുക്ക് കൂടുതൽ സമയം നിന്ന് ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ഭാരം പൊക്കുന്ന ജോലി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക് അസുഖം തുടങ്ങും. ആദ്യം ഇത് ഡിസ്ക് ബൾജായിട്ടുണ്ടാവും. പിന്നെ ഡിസ്ക് പൊട്ടി റപ്ചർ എന്ന് പറയും, ഡിസ്ക് റപ്ചർ എന്ന് പറയാറുണ്ട്. ആ റപ്ചർ വന്നു കഴിഞ്ഞ ശേഷം അവിടെ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയാറുണ്ട്. ആ പ്രൊലാപ്സ് വരുമ്പോഴാണ് പേഷ്യൻ്റ് ഒരുപാട് തരിപ്പും വേദനയും അവസ്ഥയും കഴുത്ത് വേദനയും വരുന്നതാണ്. ഇങ്ങനെയുള്ള പേഷ്യൻറ്റിൽ നിന്ന് സാധാരണ 90% ആൾക്കാർക്ക് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ മതിയായിരിക്കും. പക്ഷേ ഒരു സമയം അവർക്ക് ഗുളി കൊടുത്ത് ഇഞ്ചക്ഷൻ കൊടുത്ത് അങ്ങനെയുള്ള ആൾക്കാർക്ക് അതിൻ്റെ ശേഷമോ തീരെ നമുക്ക് ഒരു വ്യത്യാസം കിട്ടിയിട്ടില്ല, ഒരു അസുഖം മാറിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം നമുക്ക് ഈ സെർവിക്കൽ ഡിസ്കെക്ടമി എന്ന് പറഞ്ഞ് സർജറി ചെയ്യാറുണ്ട്. സാർ, ഏത് ഏജിലുള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതലായിട്ടും ഉണ്ടാവുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ കണക്കായിട്ട് ഇതൊരു ഡീജനറേറ്റീവ് ഡിസ്ക് ഡിസീസാണ്. സാധാരണ പറഞ്ഞാൽ നമുക്ക് ഇത് ചെറുപ്പക്കാർക്ക് വരുന്ന അസുഖമല്ല. ഇത് നമ്മുടെ നമ്മുടെ സ്ട്രെയിറ്റ് പോസ്ചർ, അതായത് നമ്മൾ നേരെ നിന്ന് ചെയ്യുന്ന ഒരു ജോലി കൊണ്ട് നമ്മുടെ ഈ പോസ്ചർ കൊണ്ടാണ് ഈ ഡിസ്കിൻ്റെ പ്രശ്നം വരുന്നത്. സാധാരണ നമ്മൾ ഏറ്റവും കുറഞ്ഞ 20-21 വയസ്സ് ആൾക്കാർക്കും കാണാറുണ്ട്. അതേ സമയത്ത് നമുക്ക് പ്രായം കൂടുമ്പോൾ 30, 40, 50, 60, 70, 80 വയസ്സ് വരെ ആൾക്കാർ കാണാറുണ്ട്. പക്ഷെ ഓരോ പ്രായത്തിലും ഇത് ഡിസ്കിൻ്റെ ഒരു ലക്ഷണം വേറെയാണ്. ആദ്യം ഉള്ളാകുമ്പോൾ സോഫ്റ്റ് ഡിസ്ക് എന്ന് പറയാറുണ്ട്. പിന്നെ മെല്ലെ മെല്ലെ കൂടി റബ്ബർ കണക്കായിട്ട് ഹാർഡ് ഡിസ്കായിട്ട് വരും. അത് പ്രായം കൂടുമ്പോഴുള്ള ഡിസ്ക് പ്രൊലാപ്സ് മാത്രമല്ല, അത് തൊട്ടുള്ള ഇൻഫ്ലമേറ്ററി ചേഞ്ചസ്, ഒരു സ്മോൾ ജോയിൻ്റ് ആർത്രൈറ്റിസ്, എപ്പിഡ്യൂറൽ സ്ട്രെച്ച് പെയിൻ, ആ കെമിക്കൽ പെയിൻ, ഇങ്ങനെ എല്ലാം കൂടെ വരുമ്പോൾ പേഷ്യൻറ്റിക്ക് വളരെ ഒരു കഴുത്ത് വേദന, അത് കെമിക്കൽ പെയിൻ കൂടുമ്പോൾ ഒരു റേഡിയേറ്റിംഗ് പെയിൻ പറയുന്നത് പാരസ്തീസിയ, നല്ല തരിപ്പും കോച്ചി പിടിക്കുന്നുണ്ടാകും. അതിന് നില കൂടുമ്പോഴാണ് കൈ ബലക്കുറവുണ്ടാകും. കൈ പൊക്കാനും കൈ സാധാരണ ദിവസം ചെയ്യുന്ന ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഒരവസ്ഥ ഉണ്ടാകും. ചില ആൾക്കാർക്ക് ഉപ്പിടാനും പോലെ കഷ്ടം ഉണ്ടാകും. ചില ആൾക്കാർക്ക് വണ്ടി ഓടിക്കാനും ചായക്കൊപ്പ് പിടിക്കാനുള്ള അങ്ങനെയുള്ള അവസ്ഥയും ഉണ്ടാകും. ഇത് പ്രായം കൂടെ അവർക്ക് തേയ്മാനം ഇന്നും കൂടി അവർക്ക് വെറ്റബറൽ ചേഞ്ചസ്, നമ്മുടെ കസേരകളുള്ള മാറ്റങ്ങളും സംഭവിക്കും. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനാകും ഡോക്ടർ? നമുക്ക് സാധാരണഗതിക്ക് ഒരു അക്യൂട്ട് ഫേസ്, ക്രോണിക് ഫേസ്, അങ്ങനെ നമ്മൾ ഇത് വെച്ചോളാം. അക്യൂട്ട് ഫേസ് എന്ന് പറയുമ്പോൾ ഇത് കെമിക്കൽ പെയിനാണ്. ഫോർ എക്സാമ്പിൾ പ്രായം കുറച്ചുള്ള ആൾക്കാർക്ക്
ഈ ഡിസ്ക് ബൾജായി പൊട്ടി അതിൻ്റെ അകത്തുള്ള ന്യൂക്ലിയസ് പൾപ്പോസസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് ജെല്ലി കണക്കായിട്ടുള്ള ഒരു സാധനം പുറത്തോട്ട് വന്ന് നമ്മുടെ നരമ്പിൻ്റെ മുകളിലേക്ക് ഒരു ഇൻഫ്ലമേറ്ററി പെയിൻ ഉണ്ടാക്കും ആദ്യം. ഇങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ആദ്യത്തെ സ്റ്റേജാണ് അക്യൂട്ട് ഫേസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ജസ്റ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ ആദ്യം മതിയായിരിക്കും. ഒരാഴ്ച 2 ആഴ്ച ഗുളിക കൊടുക്കുക. ചില ആൾക്കാർക്ക് ഇനിയും കുറച്ചുകൂടെ ദിവസങ്ങൾ കൊടുത്തിട്ട് ഒരു ഗുളിക, ഒരു ഓയിൻമെൻറ്റ്, ഒരു ചെറിയൊരു ഫിസിയോതെറാപ്പി അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതേ വീണ്ടും അവർ നമുക്ക് ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പറയാറുണ്ട്. സപ്പോസ് അത് ചെയ്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് വീണ്ടും വരാറില്ല. വീണ്ടും വരുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ അന്ന് റൂട്ട് കംപ്രഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഈവൻ അടുത്ത നില പോയിട്ട് തലകറക്കം, മൂത്രത്തടസ്സം ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഉറപ്പായിട്ട് സർജറിയാണ് വേണ്ടത്.